എരുമപ്പെട്ടി കടങ്ങോട് കൂട്ടുകാരനെ രക്ഷിക്കാനിറങ്ങിയ വിദ്യാർത്ഥി വെള്ളക്കെട്ടിൽ മുങ്ങി മരിച്ചു. എടപ്പാൾ സ്വദേശി 14 വയസ്സുള്ള അക്ഷയാണ് മരിച്ചത്. മഴ കനത്തതോടെ പൊങ്ങണക്കാട് താണിക്കുടം റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമായി. പുത്തൂർ പഞ്ചായത്തിൽ കുടിവെള്ള പദ്ധതിക്കായി പൊളിച്ച റോഡുകൾ ചെളിക്കുളമായി. ഗുരുവായൂരിൽ തെരുവ് നായശല്യം രൂക്ഷം. നായ്ക്കളെ പിടിച്ച് വഴി നടക്കാനാകാതെ തീർത്ഥാടകരും നാട്ടുകാരും. മുന്നറിയിപ്പുകളില്ലാത്ത ഡിവൈഡറുകൾ മൂലം കൈപ്പറമ്പിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിട്ടും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാൻ തയ്യാറാകാതെ അധികൃതർ. വാർത്തകൾ വിശദമായി. വെള്ളറക്കാട് ചിറമ്മനങ്ങാട് അമ്മ വീട്ടിൽ വിരുന്നു വന്ന 14 വയസ്സുകാരൻ മണ്ണെടുത്ത കുഴിയിലെ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. എടപ്പാൾ സ്വദേശി ചെമ്പകശ്ശേരി വീട്ടിൽ പുരുഷോത്തമന്റെ മകൻ അക്ഷയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. കൂട്ടുകാരുമൊത്ത് ചിറമനങ്ങാട് കക്കാട്ടുപാറയിലെ മണ്ണെടുത്ത കുഴിയിൽ കുളിക്കാൻ പോയതായിരുന്നു. അക്ഷയ് കുളിക്കുവാനെത്തിയ വെള്ളറക്കാട് സ്വദേശിയായ മറ്റൊരു കുട്ടി കുഴിയിലെ വെള്ളത്തിൽ മുങ്ങിത്താഴുന്നത് കണ്ടപ്പോൾ രക്ഷിക്കാൻ ഇറങ്ങിയ അക്ഷയും മുങ്ങിപ്പോവുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾ ബഹളം വയ്ക്കുന്നത് കേട്ട് ഓടിയെത്തിയ പരിസരവാസിയായ ഹരിലാൽ ആദ്യം അപകടത്തിൽപ്പെട്ട കുട്ടിയെ രക്ഷപ്പെടുത്തിയെങ്കിലും അക്ഷയിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീടെത്തിയ നാട്ടുകാർ കുട്ടിയെ കണ്ടെത്താൻ തിരച്ചിൽ നടത്തിയെങ്കിലും ആഴം കൂടുതലുള്ളതിനാൽ ശ്രമം വിഫലമായതിനെ തുടർന്ന് കുന്നംകുളത്ത് നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് അക്ഷയിനെ പുറത്തെടുത്തത്. വ്യാഴാഴ്ചയാണ് അമ്മ അഭിതയുടെ വീട്ടിൽ അക്ഷയ് വിരുന്നിനെത്തിയത്. ഇന്ന് തിരിച്ചു പോകാനിരിക്കെയാണ് അപകടത്തിൽപ്പെട്ടത്. ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തെക്കൻ കേരളത്തിന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പുണ്ട്. പടിയൂരിൽ കനത്ത മഴയിൽ വീട് തകർന്നു. പടിയൂർ 10-ാം വാർഡിൽ താമസിക്കുന്ന വാക്കാട്ട് ശിവരാമന്റെ ഓട് വീടിന്റെ ഒരു ഭാഗമാണ് കനത്ത മഴയിൽ തകർന്നത്. വീട്ടിൽ ശിവരാമന്റെ ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു. വീട് തകർന്ന ശബ്ദം കേട്ടതിനെ തുടർന്ന് ഇവർ വീട്ടിൽ നിന്ന് ഓടി മാറിയതിനാൽ അപകടം ഒഴിവായി. എടക്കഴിയൂർ പഞ്ചവടിയിൽ ശക്തമായ കാറ്റിൽ കാറ്റാടി മരം കടപുഴകി വീണ് ഓടുവീട് തകർന്നു. വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഗൃഹനാഥ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. പടിക്കണ്ണിൽ റസാഖിന്റെ ഭാര്യ ജസീന, മക്കൾ റെജീന, റസാന, റിൻഷ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രിയാണ് ശക്തമായ ശബ്ദത്തോടെ വീടിന് മുകളിൽ കാറ്റാടി മരം കടപുഴകി വീണത്. വീടിനുള്ളിൽ കിടന്നുറങ്ങുകയായിരുന്ന ജസീനയുടെയും മക്കളുടെയും ദേഹത്തേക്ക് ഓട് പൊട്ടി വീഴുകയായിരുന്നു. ശബ്ദം കേട്ടെത്തിയ നാട്ടുകാർ വാതിൽ കുത്തിപ്പൊളിച്ചാണ് ഇവരെ രക്ഷിച്ചത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജസീനയ്ക്ക് തലയ്ക്ക് പരിക്കുണ്ട്. വീട് പൂർണ്ണമായും തകർന്നു. കൊടുങ്ങല്ലൂരിലെ ലോകമലേശ്വരത്ത് കനത്ത കാറ്റിലും മഴയിലും ബയോഫ്ലോക്ക് മത്സ്യകൃഷി ഫാം നശിച്ചു. CPM കൊടുങ്ങല്ലൂർ ലോക്കൽ സെക്രട്ടറി TP പ്രഭീഷിന്റെ ഉടമസ്ഥതയിൽ വയലാറിൽ പുഴയോരത്ത് പ്രവർത്തിക്കുന്ന ഫാമാണ് നശിച്ചത്. ഫാമിലെ മേൽക്കൂര ഉൾപ്പെടെ കനത്ത കാറ്റിൽ തകർന്ന നിലയിലാണ്. 1.5 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി ഫാം ഉടമ പറഞ്ഞു. മഴയത്തും ശക്തമായ കാറ്റുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു സർക്കാർ സഹായത്തോടു കൂടി തുടങ്ങിയിട്ടുള്ളൊരു സംരംഭമാണ് ഈ മീൻ വളർത്തുന്ന ഭാഗമായിട്ട് ഒരു ഫാം. അപ്പോൾ അത് ഇന്നലത്തെ മഴയിലും ശക്തമായ കാറ്റിനകത്തും തകർന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം എനിക്കുണ്ടായിട്ടുണ്ട്. ഇത് ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പണി മീനിടാൻ തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന തൃശൂരിലെ മിക്ക റോഡുകളിലൂടെയുമുള്ള യാത്ര അത്യന്തം ദുഷ്കരമായി മാറിയിരിക്കുകയാണ്. ഇതിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല പൊങ്ങണക്കാട് താണിക്കുടം റോഡിലൂടെയുള്ള യാത്രയും. പൊങ്ങണങ്കാട് സെന്റർ മുതൽ താണിക്കുടം വരെയുള്ള 2.5 കിലോമീറ്റർ ദൂരത്താണ് ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. കാനയോടുകൂടി വീതി കൂട്ടിയുള്ള റോഡ് പുനർനിർമ്മാണത്തിനായി പഴയ റോഡ് പൂർണ്ണമായും പൊളിച്ചു നീക്കി. കുറച്ചു ദൂരം മെറ്റൽ നിരത്തി ഉറപ്പിച്ചിട്ടുണ്ട്. ഇത് ദുരിതയാത്രയ്ക്ക് നേരിയ ആശ്വാസം നൽകുന്നു. എന്നാൽ താണിക്കുടം സെന്റർ ഉൾപ്പെടെയുള്ള ബാക്കി ഭാഗമാകട്ടെ മഴയിൽ ചെളിക്കുണ്ടായി മാറി.
ശക്തമായ മഴയിൽ വെള്ളക്കെട്ടായി തീർന്ന ഈ വഴിയിലൂടെയുള്ള കാൽനടയാത്ര പോലും ഏറെ സാഹസികവും അപകടകരവും ദുഷ്കരവുമാണ്. ഇരുചക്രവാഹനങ്ങൾ ചെളിയിൽ തെന്നി വീഴുന്നതും ആഴമറിയാതെ വെള്ളക്കുഴിയിൽ വന്നു പെടുന്നതും വീഴുന്നതും പതിവായി. ഒന്നാമത് ഈ വഴിക്ക് ആൾക്കാർ വരവ് അറിഞ്ഞറിഞ്ഞ ആൾക്കാർ ഈ റൂട്ടിൽ വരവ് തന്നെ വന്ന് നിർത്തി തുടങ്ങി. വെള്ളം മുങ്ങി കെട്ടിമറിഞ്ഞ് വീണ് പരിപാടി ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ കെട്ടിമറിഞ്ഞ് വീഴുന്നുണ്ട്. നമ്മൾ കയറ്റി വിടും, വണ്ടിയും താഴുണ്ട്, അതും കയറ്റി വിടും. ആകെ ഇവിടുന്ന് പകുതി അവിടുന്ന് കുറേ പണിയും ഇവിടുന്ന് കുറേ പണിത്. അത് കാരണമാണ് ഇവിടെ സെൻറ്റർ ഒന്ന് പണി തീർന്നു കഴിഞ്ഞാൽ വെള്ളം ഒഴിവായി അങ്ങോട്ട് പോകും. ഇവിടെ പണിത് വരുന്നുണ്ട്, അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അവരും ഡേ നൈറ്റും ഒക്കെ പണിയുണ്ട്, പക്ഷേ പണി ഇങ്ങോട്ട് എത്താത്ത കാരണമാണ്. എന്തായാലും നല്ല കഷ്ടപ്പാടും നല്ല ദുരിതമാണ്. ബസ് അടക്കമുള്ള വലിയ വാഹനങ്ങൾ വരെ ഇവിടം കടക്കാൻ നന്നേ പാടുപെടുകയാണ്. ഓട്ടോറിക്ഷകൾക്ക് ഓട്ടമില്ലാതെയായി. ഇനി കിട്ടിയാൽ തന്നെ പോകാൻ പറ്റാത്ത സ്ഥിതിയും. പഞ്ചായത്തിൻ്റെ അവിടേക്ക് പോണ വഴിയാണെങ്കിലും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കള്ളായി റോഡ് മാത്രമാണ് എല്ലാവർക്കും ആശ്രയം. തേറമ്പം മണ്ണത്തി ഭാഗത്തേക്ക് പോകാൻ. ഇനിയിപ്പോൾ പൊങ്ങണങ്ങാട് ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കള്ളായി വഴി ചെന്നിട്ട് വളഞ്ഞു തിരിഞ്ഞ് പോകണം. ഇവിടുത്തെ തൃശ്ശൂർ ഭാഗത്തേക്കുള്ള വഴി വളരെ മോശമായൊരു സാഹചര്യത്തിലാണുള്ളത്. ലോക്കൽ ഒരു 30 രൂപയുടെ ഓട്ടം പോയാൽ തന്നെയും കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ട സാഹചര്യവും അതിൻ്റെ പ്രതിസന്ധികളും നേരിടുകയാണ്. ഇപ്പോൾ കാലത്തോട്ട് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും ചില നേരത്തെ ഒന്നും ഉണ്ടാവില്ല. കിട്ടണ കാശ് ഡീസൽ അടിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. വണ്ടി മെയിൻ്റനൻസ് നല്ലോണം വന്നിട്ടുണ്ട്, ഫ്രണ്ടൊക്കെ പോയി കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഈ വഴി ഈ സ്ഥിതിയിൽ നമ്മൾ അത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കാര്യമില്ല, ഉപകാരത്തിൽ പെടില്ല. അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള വരുമാനം നമുക്ക് കിട്ടണില്ല, കിട്ടണത് ചിലവായി പോവുകയാണ്. ആ ഒരു പ്രതിസന്ധിയിലാണ് എല്ലാവരും. യാത്രാ ദുരിതത്തിനൊപ്പം മഴയും റോഡ് പണിയും പ്രദേശത്തെ വ്യാപാരവും തകിടം മറിച്ചു. ഭയങ്കര അവസ്ഥ. ഇപ്പോൾ മഴയാണ് വില്ലായിട്ട് നിൽക്കുന്നത്, വെള്ളം ഒഴിഞ്ഞു പോകുന്നില്ല. അതാണ് പ്രശ്നം. കുറച്ച് ദിവസമായി ഒരാഴ്ചകളായിട്ട് ഇത് തന്നെ അവസ്ഥ. കച്ചവടം ഇല്ല, ഒരു മനുഷ്യനില്ല. വെറുതെ തുറന്നിരിക്കുക, ചായ കുടിക്കുക, വൈകുന്നേരം പടച്ചു പോവുക. ആരും വണ്ടി നിർത്തില്ല, ഇറങ്ങുമില്ല, കാല് നിലത്ത് കൂത്താൻ പറ്റില്ല. അപ്പോൾ പിന്നെ ആൾക്കാർ അങ്ങോട്ട് വിട്ടുപോകും. തീരാ ദുരിതം സമ്മാനിക്കുന്ന വെള്ളക്കെട്ടിൽ നിന്ന് മറുകരയെത്താൻ റോഡിൽ വള്ളമിറക്കേണ്ട അവസ്ഥയിലാണ് ആളുകൾ. അപ്പോഴും രാപ്പകൽ വ്യത്യാസമില്ലാതെ തോരാമഴയിലും നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ദിവസങ്ങൾ മുന്നേ വരെ വെയിലും പൊടിയുമായിരുന്നു ഈ റോഡിൻ്റെ ദുരിതമെങ്കിൽ ഇപ്പോൾ വെള്ളക്കെട്ടും മഴയുമാണ്. എന്ന് തീരും ഈ ദുരിതം എന്ന് കാത്തിരിക്കുകയാണ് യാത്രക്കാരും വ്യാപാരികളും നാട്ടുകാരും. താണിക്കുടം റോഡിൽ നിന്നും ക്യാമറാമാൻ സിബി പോട്ടൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ റോഡുകൾ പൊളിച്ചത് ജനങ്ങൾക്ക് ദുരിതമായി മാറി. മഴ പെയ്തതോടെ പല റോഡുകളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. റോഡ് പൊളിച്ച് പൈപ്പ് സ്ഥാപിക്കാൻ കരാറെടുത്തവരുടെ അനാസ്ഥയാണ് ദുരിതത്തിന് കാരണമായത്. പൈപ്പ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് കരാറിൽ വ്യവസ്ഥയുണ്ടെങ്കിലും ഇത് പാലിക്കാൻ കരാറുകാർ തയ്യാറായില്ല. മഴ പെയ്തതോടെ പല സ്ഥലത്തും മണ്ണ് ഒഴുകിപ്പോയി. വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. വലിയ വാഹനങ്ങൾ വരുമ്പോൾ സൈഡ് നൽകാനായി വശങ്ങളിലേക്ക് ഒതുക്കി നിർത്തുന്ന വാഹനം കുഴിയിൽ കുടുങ്ങുന്നതും മറിയുന്നതും പതിവായിരിക്കുകയാണ്. ഗുരുവായൂരിൽ തെരുവ് നായ്ശല്യം രൂക്ഷം. ദിവസവും ആയിരക്കണക്കിന് ഭക്തരെത്തുന്ന ക്ഷേത്രനഗരിയിൽ നായ്ശല്യം രൂക്ഷമാണ്. ക്ഷേത്ര പരിസരത്ത് കൂട്ടത്തോടെ അലഞ്ഞു തിരിയുന്ന നായ്ക്കളെ ഭയന്നാണ് ഭക്തർ നടക്കുന്നത്. തീർത്ഥാടകർക്കും നാട്ടുകാർക്കും നായ്ക്കളുടെ കടിയേൽക്കുന്നതും പതിവ് സംഭവമാണ്. കഴിഞ്ഞ വർഷം കണ്ണൂർ സ്വദേശിയായ 4 വയസ്സുകാരന് നായ്ക്കളുടെ കടിയേറ്റിരുന്നു. നായ്ക്കളുടെ ശല്യം ഒഴിവാക്കണമെന്നാണ് തീർത്ഥാടകരുടെ ആവശ്യം. മുന്നറിയിപ്പുകളില്ലാത്ത ഡിവൈഡറുകൾ മൂലം കൈപ്പറമ്പിൽ അപകടങ്ങൾ തുടർക്കഥ. കേച്ചേരി കഴിഞ്ഞ് കൈപ്പറമ്പ് എത്തുന്നതിന് മുൻപും കൈപ്പറമ്പ് കഴിഞ്ഞാൽ ഏഴാങ്കല്ല് എത്തുന്നതിന് മുൻപുമാണ് അപകടങ്ങൾക്കിടയാക്കുന്ന ഡിവൈഡറുകൾ ഉള്ളത്. ഇവിടെ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടില്ല. ഒരാഴ്ചക്കിടെ മാത്രം നിരവധി അപകടങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. വേഗതയിൽ വരുന്ന വാഹനങ്ങൾ ഡിവൈഡറിൽ ഇടിച്ചു കയറുന്നത് ഇവിടെ തുടർക്കഥയാണ്. ഒട്ടേറെ അപകടങ്ങൾ സംഭവിച്ചിട്ടും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. പട്ടിക്കാട് ചാണോത്ത് മിനി ടിപ്പർ ലോറി കാനയിലേക്ക് മറിഞ്ഞു. 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടിക്കാട് സെന്ററിലെ ചുമട്ട് തൊഴിലാളികളായ എടപ്പലം സ്വദേശികളായ രതീഷ്, മോഹൻ, അലൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ലോറിയിൽ ഡ്രൈവറും ലോഡ് ഇറക്കാൻ വന്ന 5 ചുമട്ട് തൊഴിലാളികളുമാണ് ഉണ്ടായിരുന്നത്. കയറ്റം കയറുന്നതിനിടെ നിയന്ത്രണം വിട്ട് പുറകുവശത്തെ കാനയിലേക്ക് മറിയുകയായിരുന്നു.
പ്രളയത്തിൽ ശക്തമായ മണ്ണൊലിപ്പും മണ്ണിടിച്ചിലും സംഭവിച്ച പുത്തൂർ പഞ്ചായത്തിലെ ചിറ്റിക്കുന്നിൽ തേക്ക് പ്ലാന്റേഷനിലെ മരങ്ങൾ മുറിക്കാൻ നടത്തുന്ന നീക്കം തടയാൻ അടിയന്തരമായി ജില്ലാ കളക്ടർ ഇടപെടണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവും DCC വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് കത്ത് നൽകി. KFDCയുടെ നിയന്ത്രണത്തിലുള്ള തേക്ക് പ്ലാന്റേഷനിലെ 8000-ഓളം വരുന്ന മരങ്ങൾ മുറിക്കാനാണ് ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുമ്പോൾ ദ്രുതഗതിയിൽ നീക്കം നടത്തുന്നത്. ഇത് വലിയ തോതിലുള്ള മണ്ണിടിച്ചിലിന് വഴിവെക്കും. കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ച് 30 ഡിഗ്രിയേക്കാൾ കൂടുതൽ ചെരിവുള്ള സ്ഥലങ്ങളിലെ മരങ്ങൾ മുറിച്ചു നീക്കം ചെയ്യാൻ പാടില്ല എന്നിരിക്കെയാണ് തേക്ക് മരങ്ങൾ മുറിക്കാൻ നീക്കം നടക്കുന്നത്. ഇടക്കാലത്ത് ഇവിടെ തേക്ക്, അക്കേഷ്യ, യൂക്കാലി തുടങ്ങി മണ്ണൊലിപ്പിനെ പ്രതിരോധിക്കാൻ സഹായകമല്ലാത്ത മരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ ശ്രമം നടത്തിയിരുന്നു. ഇത് ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് പരിസരവാസികൾ വിധേയരാകുമെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഇത്തവണ കാലവർഷം കനക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അപ്രതീക്ഷിതമായ കാലാവസ്ഥാ മാറ്റം ഇതിന്റെ സൂചനയാണ്. മെയ് മാസം ആദ്യവാരത്തിൽ 40 ഡിഗ്രിയിലെത്തിയ കാലാവസ്ഥ മെയ് അവസാനമായപ്പോൾ 28 ഡിഗ്രിയിലെത്തി. രാത്രി താപനിലയിൽ വീണ്ടും കുറവുണ്ടായി. കനത്ത ചൂടിൽ നിന്ന് തീവ്ര മഴയിലേക്ക് ഏതാനും ദിവസം മാത്രമാണ് എടുത്തത്. കഴിഞ്ഞ വർഷം കേരളത്തിൽ കാലവർഷത്തിൽ 34% കുറവുണ്ടായിരുന്നു. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ 201 സെന്റിമീറ്റർ മഴ ലഭിക്കേണ്ടിടത്ത് 132 സെന്റിമീറ്റർ മഴയാണ് കഴിഞ്ഞ വർഷം ലഭിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണലിന് ഇനി 10 നാൾ മാത്രം. വോട്ടെണ്ണൽ ജോലിക്ക് നിയോഗിച്ച അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ, മൈക്രോ ഒബ്സർവർമാർ, കൌണ്ടിംഗ് സൂപ്പർവൈസർമാർ, കൌണ്ടിംഗ് അസിസ്റ്റന്റുമാർ എന്നിവർക്ക് പരിശീലനം ലഭിച്ചു. ജൂൺ 4 രാവിലെ 6 സ്ട്രോങ് റൂമുകൾ തുറക്കും. തപാൽ ബാലറ്റുകളാണ് രാവിലെ 8 എണ്ണി തുടങ്ങുക. 8:30 വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണി തുടങ്ങും. നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിലാകും വോട്ടെണ്ണുക. വോട്ടെണ്ണൽ ദിനത്തിൽ സംസ്ഥാനത്ത് കനത്ത സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തുക. വോട്ടെണ്ണാൻ ഏതാനും നാളുകൾ മാത്രം ബാക്കി നിൽക്കെ മുന്നണികൾ വിജയത്തെ ചൊല്ലി ആശങ്കയിലാണ്. ചിക്കൻ, ബീഫ് തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾക്കും പച്ചക്കറിക്കും വില കുതിച്ചുയർന്നതോടെ ഹോട്ടൽ മേഖല പ്രതിസന്ധിയിൽ. വിഭവങ്ങൾക്ക് വില കൂട്ടാതെ വ്യവസായത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ വ്യക്തമാക്കി. വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ആവശ്യം. ചിക്കന്റെ വില 2 മാസത്തിനിടെ ഇരട്ടിയായി വർദ്ധിച്ചു. ബീഫ്, കോഴിമുട്ട, പച്ചക്കറി എന്നിവയ്ക്കും വലിയ തോതിലാണ് വില ഉയരുന്നത്. തൊഴിലാളികൾക്ക് കൂലിയും വാടകയും ഇന്ധന വൈദ്യുതി ചെലവും ഉയർന്നതോടെ മേഖലയിൽ കടുത്ത പ്രതിസന്ധിയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്നവർക്ക് ധാരാളം തൊഴിൽ സാധ്യതകളുണ്ടെന്നും അത് പ്രയോജനപ്പെടുത്താൻ കുട്ടികൾക്കാകണമെന്നും ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. കേരള പ്രൈവറ്റ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓണേഴ്സ് ആൻഡ് സ്റ്റാഫ് അസോസിയേഷൻ 2ാം സംസ്ഥാന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി MB ജോസ്മോൻ, നൌഷാദ്, നിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. കേരളമടക്കം 4 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ സംയുക്തമായി നടത്തുന്ന കാട്ടാന സർവേ ഇന്ന് അവസാനിക്കും. 1 മാസത്തിനകം കരട് റിപ്പോർട്ട് തയ്യാറാക്കും. സർവേയിലെ കണക്കനുസരിച്ച് തുടർ നടപടികൾ ആലോചിക്കാനാണ് ധാരണ. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ സംയുക്തമായി സർവേ നടത്തുന്നത്. മൊത്തം വനമേഖലയെ 6 ചതുരശ്ര കിലോമീറ്റർ വരെയുള്ള 612 ബ്ലോക്കുകളാക്കി തിരിച്ചാണ് സർവേ നടത്തുന്നത്. നേരിട്ട് നടത്തുന്ന പരിശോധനയ്ക്കൊപ്പം ആനപ്പിണ്ടത്തിന്റെയും ജലസ്രോതസ്സുകളുടെയും അടിസ്ഥാനത്തിലാണ് സർവേ നടത്തുക. പാലക്കാട്, കോട്ടയം, പറമ്പിക്കുളം എന്നിവിടങ്ങളിൽ സർവേക്ക് പരിശീലനം നൽകിയിരുന്നു. 1 മാസത്തിനകം കരട് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് തീരുമാനം. ജൂലൈയിൽ അന്തിമ റിപ്പോർട്ട് നൽകും. 2017 സെൻസസിൽ സംസ്ഥാനത്ത് 7490 കാട്ടാനകളെ കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ വർഷത്തെ കണക്കെടുപ്പിൽ പക്ഷേ കണ്ടെത്തിയത് 2500 എണ്ണം മാത്രമാണ്. മോശമല്ലാത്ത മഴ ലഭിക്കുന്നതിനാൽ തീറ്റയും വെള്ളവും തേടി മറ്റിടങ്ങളിൽ പോയ ആനകൾ തിരിച്ചെത്തിയിട്ടുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. കൊടകര പൂനിലർക്കാവ് ദേവീക്ഷേത്രത്തിൽ തുടർച്ചയായ 2ാം ദിവസവും മോഷണം നടന്നത് പോലീസിന് തലവേദനയായി.
ബുധനാഴ്ച രാത്രി ക്ഷേത്രത്തിൽ കയറിയ മോഷ്ടാക്കൾ സ്വർണം പതിപ്പിച്ച കോലവും 6ഓളം ഭണ്ഡാരങ്ങളും കവർന്നിരുന്നു. ക്ഷേത്രത്തിലെ CCTV സംവിധാനം തകർക്കുകയും DVR ഇളക്കിയെടുക്കുകയും ചെയ്ത ശേഷമാണ് കവർച്ച നടത്തിയത്. കോലത്തിൽ ചാർത്തിയിരുന്ന 3 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഇളക്കിയെടുത്ത ശേഷം ക്ഷേത്രത്തിന് തെല്ലകലെയുള്ള വാഴത്തോട്ടത്തിൽ കോലം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. വ്യാഴാഴ്ച പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി അന്വേഷണം ഊർജിതമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തുള്ള 2 ഭണ്ഡാരങ്ങളാണ് വ്യാഴാഴ്ച രാത്രി കുത്തിത്തുറന്ന് മോഷണം നടത്തിയത്. തുടർച്ചയായി 2ാം ദിവസവും ഒരേ സ്ഥലത്ത് മോഷണം നടന്നത് ബന്ധപ്പെട്ടവരുടെ ജാഗ്രത കുറവായാണ് വിലയിരുത്തപ്പെടുന്നത്. സംഭവത്തിന് പിന്നിൽ പ്രദേശവാസികളോ പ്രദേശത്തെക്കുറിച്ച് നന്നായി അറിയുന്നവരോ ആണെന്ന സംശയം ഇതോടെ ബലപ്പെട്ടിരിക്കുകയാണ്. പകൽ സമയത്ത് ക്ഷേത്രത്തിലെത്തി നിരീക്ഷണം നടത്തിയവരായിരിക്കണം കവർച്ച നടത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. CCTVയുടെ DVR മോഷ്ടിക്കാനും മേൽശാന്തി ഉറങ്ങിയിരുന്ന മുറി പുറത്തുനിന്ന് പൂട്ടിയിടാനും മോഷ്ടാക്കൾക്ക് കഴിഞ്ഞത് മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാണെന്നാണ് കരുതുന്നത്. ക്ഷേത്ര ഗോപുരത്തോട് ചേർന്നുള്ള കലവറയിൽ കോലം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായി മനസ്സിലാക്കിയവരാണ് മോഷ്ടാക്കളെന്നും സംശയിക്കുന്നുണ്ട്. കവർച്ച നടന്ന 24 മണിക്കൂർ തികയും മുൻപേ വീണ്ടും മോഷ്ടാക്കളെത്തി തലേന്ന് രാത്രി കുത്തിത്തുറക്കാൻ കഴിയാതിരുന്ന 2 ഭണ്ഡാരങ്ങൾ കവർന്നത് പോലീസിനോടുള്ള വെല്ലുവിളിയായാണ് കണക്കാക്കുന്നത്. TCV കൊടകര. മദ്യവിൽപ്പനശാലകളിലെ ജീവനക്കാർക്ക് കമ്മീഷൻ. ജീവനക്കാർ ചില ബ്രാൻഡ് മദ്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണെന്നാണ് കണ്ടെത്തൽ. വാങ്ങാനെത്തുന്നവർ ആവശ്യപ്പെടുന്ന മദ്യം ഇല്ലെന്ന് ഇവർ പറയും. ജനപ്രിയ ബ്രാൻഡുകൾ മുൻനിരയിൽ പ്രദർശിപ്പിക്കുകയോ ബോർഡിൽ എഴുതുകയോ ചെയ്യില്ല. സ്വകാര്യ മദ്യ കമ്പനിയുടെ മദ്യം വിറ്റഴിക്കാൻ കമ്മീഷൻ വാങ്ങിയ ജീവനക്കാർ ഏതാനും ദിവസം മുൻപ് പാലക്കാട് മുണ്ടൂരിൽ വിജിലൻസ് പിടിയിലായിരുന്നു. കൺസ്യൂമർ ഫെഡിന്റെ ഔട്ട്ലെറ്റിൽ ജീവനക്കാർക്ക് നൽകാൻ കവറിൽ പ്രത്യേകം പേരെഴുതിയാണ് മദ്യക്കമ്പനി പണം എത്തിച്ചത്. കഴിഞ്ഞ മാസം ഒറ്റപ്പാലം കൺസ്യൂമർ ഫെഡ് ജീവനക്കാർക്ക് നൽകിയ കമ്മീഷൻ തുകയും വിജിലൻസ് പിടിച്ചെടുത്തിരുന്നു. സംസ്ഥാന വ്യാപകമായി മദ്യക്കമ്പനികൾ മദ്യവിൽപ്പനശാലകളിലെ ജീവനക്കാർക്ക് കമ്മീഷൻ നൽകുന്നതായാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ദേശീയപാതയിൽ ചാലക്കുടി മുരിങ്ങൂരിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC വോൾവോ ബസിന്റെ എഞ്ചിന് തീപിടിച്ചു. ആളപായമില്ല. തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയിരുന്ന ബസ്സിനാണ് ഇന്നലെ രാത്രി തീപിടിച്ചത്. യാത്രക്കാർക്ക് സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കാനുള്ള സീബ്ര ലൈൻ മാഞ്ഞുപോയത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. തൃശൂർ നഗരത്തിൽ റോഡ് മുറിച്ചു കടക്കുന്നവർ പലപ്പോഴും തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്നത്. തൃശൂർ നഗരത്തിലെയും പരിസരങ്ങളിലെയും റോഡുകളിലെ ഒട്ടുമിക്ക സ്ഥലത്തെയും സീബ്ര ലൈനുകൾ മാഞ്ഞുപോയത് മൂലം പ്രായമായവരും കുട്ടികളും സ്ത്രീകളുമെല്ലാം വളരെ കഷ്ടപ്പെട്ടാണ് റോഡ് മുറിച്ച് കടക്കുന്നത്. റോഡിലൂടെ ചീറിപ്പാഞ്ഞു വരുന്ന ചെറുതും വലുതുമായ വാഹനങ്ങൾ ആളുകൾ സീബ്ര ലൈനിലൂടെ കടന്നു പോകുമ്പോൾ പോലും നിർത്താറില്ലെന്ന് മാത്രമല്ല വേഗത പോലും കുറയ്ക്കാറില്ല. അതിനാൽ തന്നെ പലരും വാഹനങ്ങൾ കുറവുള്ള സമയം നോക്കി ഓടിക്കടക്കുകയാണ് പതിവ്. സ്വരാജ് റൗണ്ടിൽ നായ്ക്കനാട് ജംഗ്ഷനിലും CMS സ്കൂളിന് മുൻപിലും മാത്രമാണ് സീബ്ര ലൈനുകൾ മാഞ്ഞു പോകാതെ അവശേഷിക്കുന്നത്. നെഹ്റു പാർക്കിലേക്ക് എത്തുന്നവർ ഏറെ ആശ്രയിക്കുന്ന പാർക്കിന് മുൻഭാഗത്തെ സീബ്ര ലൈൻ മണികണ്ഠനാൽ, പഴയ നടക്കാവ് റോഡ്, നടുവിലാൽ എന്നിവിടങ്ങളിലെയെല്ലാം സീബ്ര ലൈനുകൾ മാഞ്ഞു പോയതിനാൽ കാൽനടക്കാർ ഏറെ കഷ്ടപ്പെട്ടാണ് റോഡ് മുറിച്ച് കടക്കുന്നത്. കൂടാതെ പാലസ് റോഡിലെയും റീജിയണൽ തിയേറ്ററിന് മുൻപിലെയും സീബ്ര ലൈനുകൾ ഒരു നിഴൽ മാത്രമായി അവശേഷിക്കുകയാണ്. സ്കൂൾ തുറക്കാൻ ഏതാനും ദിവസം മാത്രം ശേഷിക്കെ അതിനു മുൻപായി സീബ്ര ലൈനുകളെല്ലാം വരച്ച് നഗരത്തിലെ കാൽനട യാത്ര സുഗമമാക്കണമെന്ന ആവശ്യം ശക്തമാണ്. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ SNDP യൂണിയനിൽ വൻ സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായി മുൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കോടിക്കണക്കിന് രൂപയുടെ തിരിമറിയാണ് നടക്കുന്നതെന്നും SNDP യൂണിയനിൽ പ്രവർത്തിക്കുന്ന കാർഷികേതര വികസന സഹകരണ സംഘത്തിന്റെ മറവിലാണ് പല നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നടക്കുന്നതെന്നുമാണ് ഇവർ ആരോപിക്കുന്നത്. ഇതിനെതിരെ SNDP നേതൃത്വത്തിന് പരാതി നൽകിയതായും സാമ്പത്തിക തട്ടിപ്പ് സംബന്ധിച്ച് ഗവൺമെന്റ് തലത്തിൽ അന്വേഷണം വേണമെന്നും സേവ് SNDP യൂണിയൻ നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ മുൻ സെക്രട്ടറിമാരായ PN പ്രേംകുമാർ, EK സുനിലാനിലൻ, പനമുക്ക് ശാഖ പ്രസിഡന്റ് TG ചന്ദ്രബോസ്, കൂർക്കഞ്ചേരി SNDP യോഗം ഡയറക്ടർ ബോർഡ് അംഗം TN ആനന്ദ് പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട നഗരസഭ അനാസ്ഥയ്ക്കെതിരെ BJP ടൗൺ പൊറത്തിശ്ശേരി ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. നഗരസഭ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ
BJP ഇരിങ്ങാലക്കുട മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട ഉദ്ഘാടനം ചെയ്തു. 1.5 ആഴ്ച മഴ പെയ്തപ്പോഴേക്കും ഇരിങ്ങാലക്കുട മഴക്കെടുതി ദുരിതം അനുഭവിച്ചത് യാതൊരു മുന്നൊരുക്കവും നഗരസഭ നടപ്പാക്കാത്തത് മൂലമാണെന്ന് BJP ആരോപിച്ചു. ഉടൻ മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നും കൌൺസിലർമാർക്ക് ശുചിത്വ ഫണ്ട് അനുവദിക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. ടൗൺ ഏരിയ പ്രസിഡന്റ് ലിഷോൺ ജോസ് കട്ലാസ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു കുറ്റിക്കാട്ട്, പാർലമെന്ററി പാർട്ടി ലീഡർ സന്തോഷ് ബാബൻ, TD സത്യദേവ്, AV രാജേഷ്, രമേശ് അയ്യർ, VC രമേശ് എന്നിവർ നേതൃത്വം നൽകി. പ്ലാസ്റ്റിക് മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുന്നവരോട് അരുത് എന്ന് നടന്നു പറയുന്ന തിരക്കിലാണ് പത്മജൻ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കാൽനടയായിട്ടാണ് ഈ പ്രകൃതി സ്നേഹിയുടെ ബോധവൽക്കരണം. ജീവിതത്തിലെ പ്രധാന ഉപയോഗവസ്തുവായി പ്ലാസ്റ്റിക് മാറിയെങ്കിലും അടുത്ത തലമുറയ്ക്കെങ്കിലും പ്രകൃതിയെ ശുദ്ധമായി നൽകണമെന്ന സന്ദേശം കൈമാറലാണ് ഈ നടത്തത്തിലൂടെ പത്മജൻ ലക്ഷ്യമിടുന്നത്. നമുക്കറിയാം, പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആയെങ്കിലും പ്രകൃതിയിലേക്ക് വലിച്ചെറിയാതിരിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കാനാണ് എൻ്റെ ഈ സന്ദേശയാത്ര ആരംഭിച്ചിരിക്കുന്നത്. അതിനായി എല്ലാവരും ഈ ഒരു സന്ദേശം ഏറ്റെടുത്ത് വരും തലമുറയുടെ ഭാവിക്ക് വേണ്ടിയെങ്കിലും നമുക്കത് നടപ്പിലാക്കണം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്ന് ബോധവൽക്കരണം നടത്തുകയാണ് ഈ യുവാവ്. കൊല്ലം ജില്ലാ മിഷന്റെയും കുട്ടിയം ക്ലബിന്റെയും പത്മശ്രീ മണിക് ഫാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യോഗ്രാഫിയുടെയും സഹകരണത്തോടെയാണ് കൊല്ലം സ്വദേശിയായ സാമൂഹിക പ്രവർത്തകനായ പത്മജന്റെ ബോധവൽക്കരണ കാൽനട യാത്ര. മെയ് 16 കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര 9 ദിവസം പിന്നിട്ട് കുന്നംകുളം പാറയമ്പാടത്തെത്തിയപ്പോൾ പത്മജനെ RE ടെക്മാനിയ റൈഡിംഗ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ പൊന്നാട അണിയിച്ചു. നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ക്ലബ്ബുകളിലുമെത്തി പത്മജൻ സംവദിക്കുകയും പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയില്ലെന്ന പ്രതിജ്ഞ എടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ തിരുവനന്തപുരത്താണ് ബോധവൽക്കരണ കാൽനട യാത്രയുടെ സമാപനം. TCV കുന്നംകുളം. മതിലകം കൂളിമുട്ടത്ത് മീൻ പിടിക്കാൻ വെച്ച കൂട്ടിൽ മലമ്പാമ്പ് കുടുങ്ങി. മതിലകം പഞ്ചായത്ത് അംഗം VS രവീന്ദ്രന്റെ പറമ്പിൽ നിന്നാണ് 10 അടിയോളം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടിയത്. പറമ്പിലെ തോട്ടിൽ മീൻ പിടിക്കാൻ വെച്ച വല കെട്ടിയ കൂട്ടിലാണ് പാമ്പ് കുടുങ്ങിയത്. കോൺഗ്രസ് നല്ലങ്കര കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. മുൻ മേയർ IP പോൾ ഉദ്ഘാടനം ചെയ്തു. INC നല്ലങ്കര കൂട്ടായ്മ പ്രസിഡന്റ് തിമോത്തി വടക്കൻ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ ബില്ലി ജിജോ, CA രാജൻ, PL ജോമി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ തിരുഹൃദയ റോമൻ കാത്തലിക് ലത്തീൻ പള്ളിയിലെ തിരുഹൃദയ തിരുനാൾ ജൂൺ 9-നും വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ജൂൺ 11-നും ആഘോഷിക്കുമെന്ന് ഇടവക വികാരി ഫാദർ ജോസഫ് ജോഷി മുട്ടിക്കൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ കൊടിയേറ്റം ജൂൺ 4-ന് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറക്കൽ നിർവഹിക്കും. തിരുനാൾ ദിനമായ ജൂൺ 9-ന് നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് മോൺസിഞ്ഞോർ റോക്കി റോബിൻ കളത്തിങ്കൽ മുഖ്യ കാർമ്മികനാകും. ഊട്ടുതിരുനാൾ ദിനമായ ജൂൺ 11-ന് കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ഊട്ടുസദ്യ ആശീർവാദം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ തിരുനാൾ കമ്മിറ്റി കൺവീനർ ബെന്നി ചക്കാലക്കൽ, ജോയിന്റ് കൺവീനർമാരായ അനിൽ മാണിത്തോട്ടം, ഡാഫി ആന്റണി, പബ്ലിസിറ്റി കൺവീനർ ഷാരോൺ എന്നിവരും പങ്കെടുത്തു. ചേലക്കര കെയർ ക്ലബ്ബ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. SI CG ബാബു ഉദ്ഘാടനം ചെയ്തു. കെയർ ക്ലബ്ബ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ A രതീഷ് അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് സുലൈമാൻ, അൽ മദനി, അച്യുതൻകുട്ടി പുന്നശ്ശേരി, റംല ചേലക്കര എന്നിവർ പങ്കെടുത്തു. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ സുഭാഷ് മൂന്നുമുറി ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുന്നു. വെള്ളിക്കുളങ്ങര വില്ലേജ് ഓഫീസ് ജീവനക്കാരനായ സുഭാഷ് മൂന്നുമുറിക്ക് നാട്ടുകാരും സുഹൃത്തുക്കളും ഞായറാഴ്ച സ്നേഹാദരമൊരുക്കും. പ്രതിഭാധനനായ എഴുത്തുകാരൻ, ജനകീയനായ സർക്കാർ ജീവനക്കാരൻ, മനുഷ്യസ്നേഹിയായ ജീവകാരുണ്യ പ്രവർത്തകൻ എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന ആളാണ് സുഭാഷ് മൂന്നുമുറി.
കുറഞ്ഞ കാലം കൊണ്ട് 10 പതിപ്പുകൾ പ്രസിദ്ധീകരിച്ച കടലാസു വഞ്ചികൾ എന്ന ചെറുകഥാ സമാഹാരമാണ് സുഭാഷിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കൃതി. പൂവിടരും കാലം, പച്ചമുളക് മരം, കൊച്ചുകാര്യം തുടങ്ങിയ പുസ്തകങ്ങളും സുഭാഷ് രചിച്ചവയാണ്. ബക്കർ പുരസ്കാരമടക്കം നിരവധി സാഹിത്യ പുരസ്കാരങ്ങളും ഈ എഴുത്തുകാരനെ തേടിയെത്തി. ഊർമിള എന്ന പേരിൽ യൂട്യൂബിലൂടെ റിലീസ് ചെയ്ത സുഭാഷ് മൂന്നുമുറിയുടെ കവിത 1.5 ലക്ഷത്തിലേറെ ആസ്വാദകരുടെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. കോവിഡ് കാലം മുതൽ മൂന്നുമുറിയിൽ പ്രവർത്തിച്ചിരുന്ന എസ് മറ്റത്തൂർ എന്ന സൗജന്യ PSC പരീക്ഷാ പരിശീലന കൂട്ടായ്മയിലെ പ്രധാന പരിശീലകരിൽ ഒരാളായും സുഭാഷ് പ്രവർത്തിച്ചിരുന്നു. ഈ കൂട്ടായ്മയിലൂടെ ഒട്ടേറെ പേരെ സർക്കാർ ജോലി കയ്യെത്തിപ്പിടിക്കാൻ പ്രാപ്തരാക്കി. വിരമിച്ച ശേഷം എഴുത്തിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സജീവമാകുന്നതിനൊപ്പം എസ് മറ്റത്തൂർ സൗജന്യ PSC പരിശീലന കൂട്ടായ്മയെ വീണ്ടും ശക്തമാക്കാനാണ് തന്റെ തീരുമാനമെന്ന് സുഭാഷ് മൂന്നുമുറി പറയുന്നു. നൂറ്റാണ്ട് കാലത്തെ ഗവൺമെന്റ് ജീവനം ഈ മെയ് 31-ാം തീയതി അവസാനിക്കുകയാണ്. എഴുത്തും വായനയും കൂടുതൽ സജീവമാക്കുന്നതിനും കൊറോണ കാലത്ത് നിർത്തിവെച്ച എസ് മറ്റത്തൂർ PSC കോച്ചിങ് സെൻറ്റർ നിരവധി പേർക്ക് തൊഴിലവസരം ഉണ്ടാക്കി കൊടുത്തൊരു സ്ഥാപനമാണ്. അത് വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനും യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നേടിക്കൊടുക്കാനുമുള്ള ഒരു പ്രസ്ഥാനം ആരംഭിക്കണമെന്നാണ് റിട്ടയർമെൻറ്റ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ആഗ്രഹം. മാൻ ബിഹൈൻഡ് സക്സസ് എന്ന പേരിൽ സുഭാഷ് മൂന്നുമുറിയെക്കുറിച്ചും എസ് മറ്റത്തൂർ കൂട്ടായ്മയെക്കുറിച്ചും ഡോക്യുമെന്ററി ഇറങ്ങിയിരുന്നു. TCV കൊടകര. ഏനമാവ് കോഞ്ചിറ പരിശുദ്ധ പോംബെ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ കോഞ്ചിറമുത്തിയുടെ ഊട്ടുതിരുനാൾ ഇന്ന് ആഘോഷിക്കുന്നു. രാവിലെ നടന്ന ആഘോഷമായ ദിവ്യബലിയെ തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചു. വികാരി ഫാദർ ജെയ്സൺ തെക്കുപുറം തിരുകർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. രാത്രി ഏനമാവ് പരിശുദ്ധ കർമ്മല മാതാവിന്റെ പള്ളിയിൽ നിന്ന് കോഞ്ചിറ തീർത്ഥകേന്ദ്രത്തിലേക്ക് കിരീടം എഴുന്നള്ളിപ്പ്, വർണ്ണമഴ എന്നിവയുണ്ടാകും. കൊടകര പാറക്കോട്ടുകര സെന്റ് മേരീസ് ദേവാലയത്തിലെ പരിശുദ്ധ മാതാവിന്റെ ഊട്ടുതിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. തിരുനാളിന്റെ കൊടിയേറ്റ് കർമ്മം കൊടകര ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി നിർവഹിച്ചു. ഞായറാഴ്ച നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ വിനിൽ കുരിശുതറ മുഖ്യ കാർമ്മികനാകും. ഫാദർ ആന്റണി പോട്ടക്കാരൻ സന്ദേശം നൽകും. തുടർന്ന് പ്രദക്ഷിണം, ഊട്ടുനേർച്ച എന്നിവയുണ്ടാകും. പ്രധാന വാർത്തകൾ വീണ്ടും. എരുമപ്പെട്ടി കടങ്ങോട് കൂട്ടുകാരനെ രക്ഷിക്കാനിറങ്ങിയ വിദ്യാർത്ഥി വെള്ളക്കെട്ടിൽ മുങ്ങി മരിച്ചു. എടപ്പാൾ സ്വദേശി 14 വയസ്സുള്ള അക്ഷയാണ് മരിച്ചത്. മഴ കനത്തതോടെ പൊങ്ങണംകാട് താണിക്കൂടം റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമായി. പുത്തൂർ പഞ്ചായത്തിൽ കുടിവെള്ള പദ്ധതിക്കായി പൊളിച്ച റോഡുകൾ ചെളിക്കുളമായി. ഗുരുവായൂരിൽ തെരുവുനായ് ശല്യം രൂക്ഷം. നായ്ക്കളെ പേടിച്ച് വഴി നടക്കാനാകാതെ തീർത്ഥാടകരും നാട്ടുകാരും. മുന്നറിയിപ്പുകളില്ലാത്ത ഡിവൈഡറുകൾ മൂലം കൈപ്പറമ്പിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിട്ടും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാൻ തയ്യാറാകാതെ അധികൃതർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.